കളിയാക്കപ്പെടുന്ന ഒരാളാണ് നീ എങ്കിലും ആരുടെ മുമ്പിലും വെളിച്ചത്ത് വരാൻ പോലും പറ്റാത്തൊരു ജീവിതമാണ് നിന്റെയും. നിന്നെ കാത്ത് ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അതിന്റെ പ്രതീകമാണ് ഈ വാക്യം. എന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ചില ആളുകൾ പറയുന്നു, എൻ്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത കൊണ്ട് എൻ്റെ ഭാര്യ പോലും എന്നെ കാത്തിരിക്കത്തില്ല. ഞാൻ 9 മണിക്കോ 10 മണിക്കോ വന്നാൽ എൻ്റെ ഭാര്യ പോലും അവളുടെ മുറി കിടന്നുറങ്ങും, ഭക്ഷണം പോലും എടുത്തു തരത്തില്ല. എൻ്റെ മക്കൾ എന്നെ കാത്തിരിക്കാറില്ല. ഞാൻ ഒറ്റയ്ക്ക് വരും, ഭക്ഷണം ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കും, കിടക്കും, എൻ്റെ കുഴപ്പം തന്നെയാണ് എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ പോലും ഓർത്തോ, നിങ്ങളെ കാത്തിരിക്കാൻ ഭർത്താവോ ഭാര്യയോ മക്കളോ മരുമക്കളോ കൊച്ചുമക്കളോ ഇല്ലേലും നിന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ബൈബിൾ അങ്ങനെ പറയുന്നു. ബൈബിളിൽ പറയുന്നത് വിശ്വസിക്കണ്ടേ? ആ ദൂരെ വച്ച് തന്നെ കണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കാത്തിരിക്കുന്നവർക്ക് മാത്രമേ ദൂരെ വച്ച് തന്നെ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. നീ ദൂരെ നിന്ന് വരുന്നത് പോലും ദൈവത്തിന് ഇഷ്ടമാണ്.